ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എനിക്ക് കുറേ നാളായിട്ട് എടുക്കണമെന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷം തുടങ്ങിയ സമയത്ത് ഒരു കുറച്ച് മൊട്ടേഷൻ പോലെയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ നീണ്ടു പോയി. എന്തായാലും അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ കണ്ടായിരിക്കും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. അതായത് എൻ്റെ ആ ഒരു 20 വയസ്സ് മുതൽ ഇപ്പോൾ വരെ, അത് 20 വയസ്സ് ഇപ്പോൾ 29ാമത്തെ വയസ്സ്. അപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് ബെറ്റർ ആക്കായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഒരു 20s നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ടീനേജിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ലൈഫ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് ഓൾവേസ് പാസ്റ്റ് എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ട് കേട്ട് വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇതിന് ഇത്രയും വലിയൊരു സംഭവമാണ് എന്നുള്ളത് എനിക്ക് എൻ്റെ ലേറ്റ് 20s എനിക്കത് മനസ്സിലായത്. നമുക്കിപ്പോൾ പാസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു, അതായത് ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷമം നമുക്കുണ്ടായി, നമുക്കത് താങ്ങാൻ പറ്റുന്നതിലപ്പുറം ആയിട്ടുള്ളൊരു വിഷമം നമുക്കുണ്ട്. അതിനെ തന്നെ നമ്മളിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് ഫുൾ ലൈഫ് ലോങ് നമ്മളിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിരുന്നതല്ല, ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് കുറവാണ്. അപ്പോൾ അങ്ങനെ ആ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാവും. അതായത് നമ്മളെ കരിയറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പഠനത്തിലാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്താണെന്നുണ്ടെങ്കിൽ മുൻപ് നടന്ന കാര്യം അത് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കണേ, എനിക്കിങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് മുന്നോട്ട് പോകത്തുമില്ല. ഞാൻ ചെയ്തിരുന്ന തെറ്റും അത് തന്നെയാണ്. അതായത് മുമ്പ് ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചല്ലോ എന്ന് ആലോചിച്ച് ഇപ്പോഴും ഞാൻ വിഷമിച്ചുകൊണ്ടിരിക്കും. അതായത് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യത്തില്ല, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നുള്ള രീതിയിൽ. ആഫ്റ്റർ ദാറ്റ് എനിക്കത് മനസ്സിലായി, ഞാനത് അക്സെപ്റ്റ് ചെയ്യണം. എന്തായാലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു, എനിക്ക് ഇത്രയും വിഷമങ്ങളുണ്ടായി, അതിനെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ എനിക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിനെ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മളിപ്പോൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു വലിയ കാര്യമാണ്, എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു സമാധാനപരമായ ഒരു ലൈഫ്, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ ഫുൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറിയൊരു സമയം നമുക്ക് ഉണ്ടാകത്തില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പൊട്ടിത്തെറിയും ഒരു ചീറ്റലൊക്കെ എപ്പോഴും കാണും. പീസ്ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അതായത് എപ്പോഴും പ്രശ്നം, ഭയങ്കര ബഹളം അങ്ങനെയല്ല. ചെറിയ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളെ ലൈഫിൽ ഉണ്ടാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ എല്ലാം മാറിയാലേ എനിക്കൊരു കാര്യം തുടങ്ങാൻ പറ്റും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എനിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനപരമായി ഇരുന്നാൽ മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ, ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും നടക്കത്തില്ല. എപ്പോഴും എന്തെങ്കിലും ചുറ്റും പ്രശ്നങ്ങൾ കാണും. പക്ഷെ അതിൻ്റെയൊക്കെ ഇടയിലൂടെ നമ്മളിത് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ആ പ്രശ്നങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല ഫ്യൂച്ചറിലോട്ട്. ഇനി അടുത്ത മൂന്നാമത് മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമുക്ക് മറ്റൊരാളുടെ സാഹചര്യമല്ല നമുക്ക് എന്നുള്ളതാണ്. നമ്മൾ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആണ് കേട്ടോ. മറ്റൊരാൾ വളർന്നു വന്ന സാഹചര്യം ആയിരിക്കില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെക്കാട്ടിലും അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെക്കാട്ടിലും അവർക്ക് അതുണ്ടല്ലോ, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അവരവരുടെ ബുദ്ധിമുട്ടുകൾ അവരവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് പുറത്ത് നിൽക്കുന്ന അത്ര പേരെടുത്ത് പറഞ്ഞാലും എന്നോട് അറിയുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ കഴിഞ്ഞ കുറച്ച് പേർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തെല്ലാം സഫർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരാളെടുത്ത് പറയാം, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ ആ ഒരു പെയിനും അതിൻ്റെ ഇൻറ്റൻസിറ്റിയും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയ ആൾ ഞാൻ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ ലൈഫ് പോലെയല്ല എൻ്റെ ലൈഫ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവരവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മളെ മറ്റൊരാളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പം നമ്മളെക്കാട്ടിലും അത്ര നന്നായിട്ടായിരിക്കത്തില്ല ചിലപ്പോൾ ചെയ്യണമെന്നത്, വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയായിരിക്കും കേട്ടോ. പക്ഷെ അവർക്കൊക്കെ നല്ല വ്യൂസും നല്ല ഉയർച്ചയിൽ അവരെത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് കണ്ടിട്ട് ഇങ്ങനെ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ ഒരു ഗ്രഡ്ജ് വെച്ചിട്ട് അങ്ങനെ പെരുമാറുകയോ ഒന്നും അല്ല വേണ്ടത്.
നമുക്കെപ്പോഴും നമ്മളെ, അതായത് ഞാനിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്നും നാളെ ഞാൻ ചെയ്യുന്ന വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. അതായത് നമുക്ക് എപ്പോഴും നമ്മളോട് തന്നെയായിരിക്കണം മത്സരം വേണ്ടത്. അതായത് മുന്നുള്ള എന്നെ, ഒരു 2 വർഷം മുമ്പുള്ള എന്നെയും ഇപ്പോഴുള്ള എന്നെയും വെച്ച് നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കുക ഞാൻ അതിൽ നിന്ന് എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ നമ്മളെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരിക്കലും നമ്മൾ വേറൊരാളുമായിട്ട് ഒരു മത്സരം വെച്ച് അങ്ങനെ നമ്മൾ പെരുമാറുമ്പോൾ എത്രത്തോളം സക്സസ് ആയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. ഇത് പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് മുൻപേ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഞാൻ മുമ്പ് ഉള്ളതിൽ നിന്നും എനിക്കിപ്പോൾ എനിക്ക് എത്രത്തോളം മുന്നോട്ട് ഞാൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ബി പോസിറ്റീവായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും എവിടെ നോക്കിയാലും, ഇപ്പോൾ ഒരു മോട്ടിവേഷൻ വീഡിയോ എടുത്ത് നോക്കിയാലും ഒക്കെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷ്മെൻറ്റ്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ നമ്മൾ മനുഷ്യരാണല്ലേ, അപ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കില്ല നമ്മുടെ തലയിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരാം. നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ വരാം. ഇപ്പോൾ മാരീഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാമിലി പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ മാരീഡ് അല്ലാത്തവരാണെങ്കിൽ വീട്ടിലല്ലാതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് എപ്പോഴും അങ്ങനെ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് വീടുകളിൽ സംസാരിക്കുമ്പോഴും ഒക്കെ വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടയിൽ നിന്ന് നമ്മൾ വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബി പോസിറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ആ ഒരു ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെക്കരുത്. ഒരു സമയം വരെ ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്ത് വെക്കുമായിരുന്നു. അതായത് ഞാൻ കരയത്തില്ലായിരുന്നു, ഞാനിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമായിരുന്നു. ഞാൻ എന്തോ എനിക്കറിയത്തില്ല, ഒരു സമയം വരെ ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനെ കരയാതെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ശ്വാസം മുട്ടിയിരിക്കുന്ന കണക്ക് അങ്ങനെ ഇരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. നമുക്കിങ്ങനെ കരയുമ്പോഴത്തേക്കും ഭയങ്കര ഒരു റിലീഫ് ഉണ്ടാവും. പക്ഷെ ആ കരഞ്ഞ് ഓവറാവാനും പാടില്ല. അതും നമുക്ക് പിന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നമുക്കിപ്പോൾ വിഷമങ്ങൾ വരുമ്പോൾ അങ്ങനെ മുറുകി പിടിച്ച് ശ്വാസം പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. കുറച്ച് വിഷമം വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം കൊടുക്കുക. നല്ല പാട്ടുകൾ കേൾക്കുക. അപ്പോൾ വിഷമിക്കുന്ന പാട്ടുകൾ തന്നെ കേൾക്കരുത് കേട്ടോ. അതും ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഒരു സമയത്ത്. ശരിക്കും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ആ ഒരു മൈൻഡിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ വിഷമിച്ചിരിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാം. ചിലർക്ക് ആർട്ട് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കും. അപ്പോൾ ആർട്ടിൽ തന്നെ പല കാര്യങ്ങളുണ്ട്, വരയ്ക്കാൻ, ഡാൻസ്, അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാം. പിന്നെ വിഷമിച്ച് ചില സമയത്ത് നമുക്ക് ഇരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം കൊടുക്കുക. ഓക്കെ, കുറച്ച് സമയം കൊടുക്കുക. 1-2 ദിവസമൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ ഇന്ന് എനിക്കിങ്ങനെ ചെയ്യാൻ വയ്യ എന്ന് നമുക്കൊരു ഫീൽ വരുമല്ലോ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എനിക്ക് മൊത്തം ഡസ്പായി, അതിൻ്റെ ഇടയിൽ ചെന്ന് അപ്പം തന്നെ ഓടിച്ചെന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്കും ആകെ മൊത്തം കോളമാകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവാതെ നോക്കുക. അതായത് ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ബ്രേക്ക് എടുക്കുക. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ഒരു ബ്രേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ല, കുറച്ച് ടൈം നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കൊടുക്കുക. ഒന്ന് സമാധാനമായി ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൈൻഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കുക. എന്നിട്ട് തിരിച്ച് നമ്മൾ വരിക. തിരിച്ച് നമ്മൾ വീണ്ടും വർക്കിലേക്കാണെങ്കിലോ എന്താണോ നമ്മൾ കരിയർ വൈസ് ആണോ എന്താണോ നമ്മൾ ഫോക്കസ് ചെയ്യണം ആ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ പെടാപ്പാട് പെടും, ഇങ്ങനെ പെടയും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കുക. ഈ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ശരിക്കും ബ്രേക്ക് എടുക്കേണ്ട ടൈമിൽ ബ്രേക്ക് എടുക്കുക തന്നെ ചെയ്യണം. പക്ഷെ അതൊരു ലോങ് ബ്രേക്ക് ആവാനും പാടില്ല. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, അതായത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജോലിയാണോ എന്താണെങ്കിലും അതിൽ നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാണ്ടിരിക്കുക. നമ്മൾ അതിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളെ നന്നായിട്ട് വിശ്വസിക്കുക. എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് തന്നെ ആ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയാനോട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ എടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് പോയിന്റ്സ് ഒക്കെ എഴുതി വയ്ക്കുന്നു. ഈ ഒരു ടോപ്പിക്കിൽ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ച് എഴുതി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ സെയിം ടൈം തന്നെ അതേ ടോപ്പിക്കിൽ വേറൊരാൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ അവർ കുറച്ചുകൂടെ ഞാൻ വിചാരിക്കുന്നതിനെക്കാട്ടിലും നല്ല എന്താണ് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ക്വാളിറ്റി ആണെങ്കിലും വീഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ പുറത്ത് പോയി ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഒക്കെ രീതിയിൽ എന്നെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ഡെസ്പാവും. അത് കാണുമ്പോഴത്തേക്കും ഓക്കെ എനിക്കിങ്ങനെ പറ്റുന്നില്ല, അങ്ങനെ ഒരു ഡെസ്പായി എനിക്ക് എന്നെ കൊണ്ട് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം നമുക്ക് വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യരുത്. എനിക്ക് അങ്ങനെ വിഷമങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവരുടെ സാഹചര്യമല്ല നമ്മുടെ സാഹചര്യമൊന്നും. അതുപോലെ നമ്മളെ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് നന്നായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റും. എനിക്കപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാര്യം വെച്ചിട്ട്, അതായത് എനിക്കിപ്പോൾ എന്തൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡിസിഷൻ, അല്ലെങ്കിൽ അതിനെ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പ്രസൻറ്റ് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ വീഡിയോയുടെ കാര്യം പറഞ്ഞാണെങ്കിലും നിങ്ങളിപ്പോൾ ജോലിയാണെങ്കിലും എന്താണെങ്കിലും ആ സാഹചര്യത്തിൽ നമുക്ക് നിന്നുകൊണ്ട് എന്താണ് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റണത് ആ കാര്യം ചെയ്യുക. അതായത് നമ്മൾ നന്നായിട്ട് വിശ്വസിക്കുക, എനിക്കിത് പറ്റും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ട് നമ്മളെ വിശ്വസിക്കുക. നമ്മളെ തന്നെ ഡൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു പേടി ഉത്കണ്ഠയൊക്കെ വരും. മുൻപ് നമുക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കും, ആ പ്രശ്നത്തിന് നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ട് ധൈര്യം സംഭരിച്ച് അതിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കാര്യത്തിനെ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് ചിന്തിക്കുക. എനിക്ക് അതൊക്കെ അന്ന് തരണം ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുക. അപ്പോൾ ഇപ്പോഴും ആ കാര്യങ്ങളും എനിക്ക് ഇപ്പം നടക്കുന്ന കാര്യം അതുപോലെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ആ കാര്യം നന്നായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ആ കാര്യം ചെയ്യാൻ വേണ്ടി പോവുക. ഒരിക്കലും നമ്മളെ ഡൗട്ട് ചെയ്യാനേ പാടില്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ 20s എന്നല്ല, ലൈഫ് ലോങ് നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്നാലേ നമുക്ക് സമാധാനപരമായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതായത് നോ പറയേണ്ട സ്ഥലങ്ങളിൽ നോ പറയുക തന്നെ വേണം. അതായത് നമ്മളിപ്പോൾ നോ പറയാന്ന് പറഞ്ഞാൽ ഒരാളടുത്ത് പോയി ദേഷ്യപ്പെട്ടില്ല എനിക്ക് പറ്റില്ല എന്നങ്ങനെ പറയുകയല്ല വേണ്ടത്. നമ്മൾ സാഹചര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഇല്ല കേട്ടോ എനിക്ക് അങ്ങനെ പറ്റില്ല, എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ചിലവരങ്ങനെ പറഞ്ഞാലും മനസ്സിലാക്കണമെന്നില്ല. നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് ആ കാര്യം നമ്മൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരുടെ അടുത്താണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ടോണിൽ പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ ചിലർ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയണം. അവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കാര്യം എടുത്ത് തലയിൽ വെക്കുകയും ചെയ്താൽ നമ്മളെ കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്കതുകൊണ്ട് അത് പറ്റത്തുമില്ല നമുക്ക് ചെയ്യാൻ. ആകെ മൊത്തം ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ നോ പറയേണ്ടടുത്ത് നോ പറയാം. അതായത് ഒരു പീപ്പിൾ പ്ലീസർ ആവരുത്. അങ്ങനെ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് അങ്ങനെ ആയിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. നമ്മളെ ജീവിതത്തിൽ വിചാരിച്ച ഒരു കാര്യങ്ങളും നടക്കത്തില്ല. നമ്മൾ വളരെ ഭയങ്കരമായിട്ട് അതിന് ബുദ്ധിമുട്ടി നമുക്ക് ഒരു സ്വസ്ഥത ഉണ്ടാകത്തില്ല. അതെനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. എൻ്റെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഇത്രയും നന്നായിട്ട് എനിക്ക് പറയാൻ പറ്റണേ അതിനെക്കുറിച്ചിട്ട്. ശരിക്കും നമ്മൾ പീപ്പിൾ പ്ലീസർ ആവരുത്. അയാൾ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഡ്രസ്സ് ചെയ്താൽ അയാൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊരിക്കലും വിചാരിക്കരുത്. നിങ്ങളിടുന്ന വസ്ത്രത്തിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ധരിക്കാം. കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് ഇടണ്ട. അത് മറ്റുള്ളവർ എന്ത് പറയുന്നല്ല, നമ്മുടെ കംഫർട്ടാണ്. അത് എന്താണെങ്കിലും, അത് വസ്ത്രമാണെങ്കിലും ആഹാരമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ കംഫർട്ടാണെങ്കിൽ മാത്രം അത് ചെയ്യുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അല്ലാതെ മറ്റൊരാൾ എന്ത് ചിന്തിക്കും, അവരെന്നെക്കുറിച്ച് എന്ത് പറയും, അവരെന്നെക്കുറിച്ച് മോശം പറയില്ലേ, ഇനി അവരെന്നെക്കുറിച്ച് മോശം പറഞ്ഞാൽ എനിക്കൊരു സമാധാനമില്ല എന്നൊക്കെ ഉള്ള ചിന്തകളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റുക. എസ്പെഷ്യലി നമുക്ക് ടീനേജ് ടൈമിൽ വരുന്ന ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു 2016 ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ഒരു ജിയോ വന്നതിന് ശേഷം നമ്മൾ നെറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിന് മുമ്പ് ഇതൊക്കെ പറഞ്ഞു തരാനും മനസ്സിലാക്കി തരാനും ഒന്നും ആരുമില്ല. അപ്പോൾ നെറ്റൊക്കെ വന്ന് നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആയതിനു ശേഷം ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സ്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് ആ ഒരു ടീനേജ് പ്രായത്തിൽ ഞങ്ങളുടെ ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം ആൾക്കാർ അതിനെപ്പറ്റി അങ്ങനെ അവെയർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഞാൻ എൻ്റെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടത് സോഷ്യൽ മീഡിയ വഴിയാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒരിക്കലും പീപ്പിൾ പ്ലീസർ ആവരുത്. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ ഡ്രസ്സിൻ്റെ കാര്യം മാത്രമല്ല, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അങ്ങനെ ആവരുത്. പിന്നെ അതുപോലെ വേറൊരു കാര്യമാണ്, മുതിർന്ന ആൾക്കാർ പറയുന്നത് എല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആ ഒരു ടൈമും എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അല്ല, അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ഒരാൾ വയസ്സിന് മുതിർന്നതായതുകൊണ്ട് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല. ഇപ്പം നമ്മൾ അച്ഛനാവാം, അമ്മയാവാം, സഹോദരനാവാം, സഹോദരിയാവാം, ആര് വേണോ ആവാം. അവർ പറയുന്ന എല്ലാ കാര്യവും ശരിയാണെന്നില്ല. അവരും മനുഷ്യരാണ്, അവർക്കും തെറ്റുകൾ പറ്റാം. ഇപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അങ്ങനെ ചെയ്യില്ല. നമ്മൾ എന്ത് അഭിപ്രായങ്ങൾ ആരുടെ ഭാഗത്തു നിന്ന് കേട്ടാലും അത് നമ്മൾ സ്വയം ഇരുന്ന് ആലോചിക്കുക. ഇവർ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ട്, എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന് അങ്ങനെ നമ്മളിരുന്ന് ചിന്തിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ അടുത്ത പോയിന്റും നമ്മൾ ലൈഫ് ലോങ് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അതായത് സെൽഫ് പ്രയോറിറ്റി. അതായത് നമ്മുടെ സെൽഫ് കെയർ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്കിൻ കെയർ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് നമ്മളെ കാര്യങ്ങൾ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരാൾ വന്ന് ഒരു പ്രായം വരെ ഇപ്പം അച്ഛൻ അമ്മയോടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്, അവരൊരു സപ്പോർട്ട് നമുക്ക് കാണും. അത് കഴിയുമ്പോഴത്തേക്കും അത് കാണത്തില്ല. ഒരു പ്രായം പരിധി കഴിയുമ്പോഴത്തേക്കും അവരെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കണമെന്ന് പറഞ്ഞാലും, ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും മുമ്പാണെങ്കിലും നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആരും ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. നമ്മൾ തന്നെ അതിന് എഫേർട്ട് ഇട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക തന്നെ വേണം. കുറച്ച് ടൈം വരെ ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ആരാണെങ്കിലും കുറേ സമയം അവർ നമ്മളെടുത്തിരുന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അത് എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക കേട്ടോ. ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഒരു സമയം വരെ എൻ്റെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എനിക്ക്, അതായത് ഇപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിലുള്ള കാര്യങ്ങളാണ്. ചെറിയ പ്രായത്തിൽ, അതായത് എനിക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ അവർക്ക് വിഷമാവുമല്ലോ എന്ന് ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേയിരുന്നു. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും വീട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ആലോചിക്കുമ്പോൾ ഈശ്വര ഞാനത് അന്ന് അങ്ങനെ ചെയ്തില്ലല്ലോ, എൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്യണമായിരുന്നു എന്ന് തോന്നി. ഇപ്പോൾ അവരെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അവരെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്നല്ല ഞാൻ പറയണത്. നമ്മളെ കാര്യങ്ങൾക്കും കൂടെ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നാളെ അവരാരും വന്നിട്ട് നമ്മളടുത്ത് വന്ന് ചോദിക്കത്തില്ല, എൻ്റെ അടുത്ത് ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എന്നല്ലേ അവർ ചോദിക്കത്തുള്ളൂ. ആരാണെങ്കിലും ചുറ്റിനും നിൽക്കുന്ന ആരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നല്ലതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ടത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വീട്ടിലിരുന്നല്ലേ ഇപ്പോൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പോൾ പുറത്തു നിന്ന് നോക്കണ ആൾക്ക് എനിക്ക് ജോലിയില്ല, ഒന്നുമില്ല. അപ്പോൾ അവർക്കവിടെ എന്താ പരിപാടി, അവർക്ക് എന്താ അവിടെ ജോലി, വേറെ ഒന്നുമില്ലല്ലോ, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ഇരിക്കണം എന്നുള്ള അത്രയും മാത്രമേ നോക്കണുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് അറിയാമെന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ്. വേറെ ആർക്കും അറിയത്തില്ല ഇതിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ നടക്കണ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ലുക്ക് നമ്മൾ ഇൻസ്പയർ ലുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണത് ഞാനത് സ്റ്റിച്ച് ചെയ്യണം, അതിന് ആക്സസറീസ് കണ്ടുപിടിക്കണം. അതുപോലെ അതേ ദിവസം തന്നെ അന്നത്തെ ഫുഡ്, കുക്കിംഗ്, ക്ലീനിങ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മൾ എന്നെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ എഴുതി വെച്ച് എത്രയെങ്കിലും ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് മാറ്റി വെച്ച് ചെയ്താലാണ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക എന്നുള്ളത് ആർക്കും മനസ്സിലാകത്തില്ല. പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നോക്കുമ്പോഴത്തേക്കും വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ, വീട്ടിലല്ലേ അവളിരിക്കുന്നത്, അവർക്ക് എന്താ ഇങ്ങോട്ട് വന്നാൽ, അവർക്ക് എന്താ ഇങ്ങനെ ചെയ്താൽ എന്നേ അവർ ചിന്തിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ പേര്. അപ്പോൾ പണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ അവരെന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ, അതായത് ആളെ പേര് അങ്ങനെയൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ ചെയ്യുന്ന എന്താണോ അതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ല. എന്തോ പറയട്ടെ, എന്ത് വേണോ ചിന്തിക്കട്ടെ, എന്നെ അത് ബാധിക്കത്തേ ഇല്ല എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമ്മുടെ ലൈഫിൽ അങ്ങനെ നമുക്കൊരു ഇമ്പോർട്ടൻസ് തരാത്ത ആൾക്ക് നമ്മൾ തിരിച്ച് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഇത് ഞാൻ 2025 തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് ഈ വർഷം ആദ്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി വെച്ചൊരു പോയിന്റാണ് കേട്ടോ. അതായത് നമ്മൾ ഈ വർഷം തുടങ്ങുമ്പോൾ കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുമല്ലോ ചില ആൾക്കാർ. ചിലർ ഗോൾസ് സെറ്റ് ചെയ്ത് വെക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസമൊക്കെ അതിങ്ങനെ നടന്നു പോകും, പിന്നെ അതങ്ങോട്ട് നടക്കത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ 2-3 പോയിന്റ്സ് പറയാം കേട്ടോ. അതായത്
വർഷം നമ്മൾ എപ്പോഴാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ വർഷം തുടക്കമാണെന്നല്ല, എപ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് കുറേ ഗോൾസ് കാണും. അത് സെറ്റ് ചെയ്ത് വയ്ക്കും. പക്ഷെ അതങ്ങോട്ട് പ്രാവർത്തികമാകത്തില്ല. അതിൻ്റെ ഒരു മെയിൻ കാര്യം, മുമ്പ് എനിക്കും അത് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും, പക്ഷെ അത് നടക്കത്തില്ല. അതിൻ്റെ മെയിൻ കാര്യം, ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്നത് എന്താണോ ആ ഗോൾസ്, അതാണ് ഞാൻ നോക്കിയിരുന്നത്. അതിൻ്റെ ആ പ്രോസസ്സിലോട്ട് ഞാൻ കൂടുതലായിട്ട് നോക്കിയിരുന്നില്ല. അതായത് അതിന് വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം, നമുക്കൊരു കാര്യത്തിനോട് വലിയ ഇഷ്ടമായിരിക്കും, പക്ഷെ ആ ഒരു സാധനം നമുക്ക് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കുറേ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതൊന്ന്. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ, സ്കിൽസ് പഠിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിലേക്ക് എത്താനുള്ള ആ ഒരു കടമ്പ ഉണ്ടല്ലോ, അത് നമ്മൾ ഫോക്കസ് ചെയ്ത് അതിനെ നന്നായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു 20 ആ ഒരു വയസ്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള ആൾക്കാർക്ക് അത് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ ഒരു വിരളി പിടിച്ചൊരു പ്രായമാണ്. ഇങ്ങനെ നമ്മൾ വിരിവിരാ നിൽക്കുന്ന ഒരു പ്രായമാണ്. നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നടക്കണം, പെട്ടെന്ന് അത് കിട്ടണം എന്നാൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഡ്രോപ്പായി എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കും. അങ്ങനെ ചെയ്യാതെ നമ്മൾ ശരിക്കും ആ ഒരു പ്രോസസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ അത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത വേറൊരു കാര്യമാണ്, നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി ഫ്രണ്ട്സൊക്കെ കാണാം നമുക്ക്. അത് ശരിക്കും നല്ല കാര്യം തന്നെയാണ്. നല്ല ഫ്രണ്ട്സ് നമ്മളെ കൂടെ ഉള്ളത് നമുക്ക് നല്ലത് തന്നെയാണ്. അത് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോൾ ആഫ്റ്റർ മാരീഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ കാണും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് ഭയങ്കര ഡീപ്പായിട്ട് കൊണ്ടു നടന്ന ആളാണ് കേട്ടോ. അത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതൊന്നുമില്ല എനിക്ക്. അത് എല്ലായിടത്തും ഞാൻ കട്ട് ചെയ്ത് മാറ്റണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാനത് ചിന്തിച്ച് എനിക്ക് മനസ്സിലാക്കി എടുത്തൊരു കാര്യമാണ്. അതായത് എനിക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കും. ഒന്നുമില്ല, ഓക്കെയാണ്, നീ ഓക്കെയാണ്, എനിക്കത് പറ്റും എന്ന് പറഞ്ഞ് നല്ല സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് എനിക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ. അതേസമയം എനിക്ക് നല്ല ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു. അതായത് ഇപ്പോൾ വീട് വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റി, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്നോട് ഒരു ദേഷ്യവും വൈരാഗ്യവും പോലെയാണ് എൻ്റെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഒരു സമയം വരെ ഞാനതിങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ചിട്ട് അത് കളഞ്ഞു. പിന്നെ ബാക്ക് ടു നോർമൽ, ഞാൻ അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്നു, മിണ്ടുന്നു, പഴയതുപോലെ അങ്ങിരിക്കുന്നു. അങ്ങനെ ആയിരുന്നു. പക്ഷേ അതിങ്ങനെ തുടരെ വന്നപ്പോൾ, അതായത് എൻ്റെ കുറച്ച് ഏജ് ഇങ്ങനെ ആയി വന്നപ്പോൾ എനിക്കത് മനസ്സിലായെടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ നമ്മളെ സന്തോഷവും അവരെ സന്തോഷമായിട്ട് കാണും. ശരിക്കും പറഞ്ഞാൽ അതില്ലാത്തടത്തോളം അവരൊരിക്കലും നമ്മളെ നല്ല ഫ്രണ്ട്സ് ആവാൻ പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകയല്ല വേണ്ടത്. ആരാണെങ്കിലും, ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ് ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അവരുമായിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ അത്ര അങ്ങോട്ട് അടുക്കാൻ നിൽക്കേണ്ട. കാരണം അവരൊരിക്കലും നമ്മൾ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. ഇപ്പം നമുക്ക് വിഷമം വരുമ്പോൾ ഓടി വന്ന് ഇങ്ങനെ ചെയ്തിട്ട് നാളെ തിരിഞ്ഞു എന്ന് പറയും, അന്ന് ഞാൻ ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്ട്രോങ് റിലേഷൻ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പലരും, ഇപ്പോൾ മുതിർന്ന ആൾക്കാരാണെങ്കിൽ പോലും, എനിക്ക് അന്ന് സുഖമില്ലാതെ നിന്നപ്പോൾ അവൻ എൻ്റെ കൂടെ ഇങ്ങനെ നിന്നില്ലേ, അതുകൊണ്ട് ഞാൻ അവനെ ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു തോട്ടുള്ളവരാണ് നമ്മൾ സാധാരണ എല്ലാ ആൾക്കാരും. പക്ഷേ നമ്മൾ സന്തോഷങ്ങൾ വരുമ്പോൾ നമ്മളെ മോശമായിട്ട് പറയുകയും അല്ലെങ്കിൽ നമ്മൾ തള്ളി പറയുകയും ചെയ്യുന്ന ഒരാളുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ എത്ര പേർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മൾ എപ്പോഴും അവരുമായിട്ടൊരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി അടുത്തത് നിന്ന് കുറേ ആയില്ലേ, ഓക്കെ, പെട്ടെന്ന് തീർക്കാം കേട്ടോ. ഇനി അടുത്തത്, അതായത് ടൈം എന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. ദൈവം അല്ലെങ്കിൽ നമുക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത്, ദൈവമാണെങ്കിലും നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത് അത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണോ നമുക്ക് ഈക്വലി തന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടൈമാണ്. അതിനെ നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നു എന്നിരിക്കും നമ്മളെ ലൈഫ് എന്ന് പറയുന്നത്. നമ്മളത് ആ ഒരു സാധനം സ്പോയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫും പോകും. ഇപ്പം നിങ്ങൾ വളരെ യങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ ആ ഒരു കാര്യം, ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യം നന്നായിട്ട് പഠിക്കുക. അതായത് ഒരു ചിട്ടയായ ലൈഫ് കൊണ്ടുവരാൻ നോക്കുക. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ക്രഞ്ച് എന്നുള്ളൊരു ഫീല് വരും. ഈ ഒരു ചിട്ടയായ രീതി എന്നൊക്കെ പറയുമ്പോൾ രാവിലെ എണീക്കുക, അങ്ങനെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, സക്സസ് ആയിട്ടുണ്ട്. നമ്മൾ ചില ആൾക്കാരിങ്ങനെ ഒരു
ഒരു മെസ്സി ആണെന്ന് തോന്നുമെങ്കിലും അവർക്കും കൃത്യമായൊരു ചിട്ട ഉണ്ടായിരിക്കും. അവരിങ്ങനെ കൃത്യമായ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് അവരുടെ മനസ്സിലുണ്ടായിരിക്കും എന്തായാലും. അത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ ഇപ്പോൾ വീഡിയോ കാണുന്നതാണെങ്കിലും ഒക്കെ എനിക്ക് അല്ലാതെ എനിക്ക് അറിയാവുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്. അവരങ്ങനെ എന്താണ് ബാലൻസ്ഡ് ആയിട്ട് അവരെങ്ങനെ കൊണ്ടുപോകും. നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര മെസ്സായിട്ട് തോന്നുമെങ്കിലും പക്ഷെ അവരുടെ ലൈഫ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അവർ ആ ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് തന്നെ ചെയ്ത് തീർക്കും. ടൈം എന്ന് പറയുന്നത് പ്രഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ സമയം വിഷമിക്കാൻ ഒരു ടൈം കൊടുക്കുക. അതിനപ്പുറത്തേക്ക് അത് നിൽക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ് അങ്ങനെ അങ്ങ് കൊണ്ടുപോകാതിരിക്കുക. നമുക്ക് എല്ലാത്തിനും ഒരു കൃത്യമായൊരു സമയം, അതായത് ടൈം ടേബിൾ വെച്ചിട്ട് വിഷമിക്കണമെന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അതായത് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. അതിപ്പോൾ ഫോൺ നോക്കണതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ച് സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഒരു ഘോരഘോരമായി അങ്ങ് സംസാരിച്ച് രാവിലെ തുടങ്ങി ഉച്ച വരെ അങ്ങ് സംസാരിക്കാതിരിക്കുക. അതെല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് വയ്ക്കുക. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. ഓക്കെ, ഇനി അടുത്ത് ഏറ്റവും ലാസ്റ്റത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അത് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന എന്തിലാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ചിലർ യൂണിവേഴ്സിനോടായിരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. നമ്മൾ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലാണെങ്കിൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ബുദ്ധിമുട്ട് സമയത്തിലൊക്കെ എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ ദൈവത്തിനോടാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് ഒക്കെ. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനോട് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ കൈകൂപ്പി സംസാരിക്കുമ്പോഴത്തേക്കും നമ്മളോട് തന്നെയാണ് നമ്മൾ പറയണത് ഉള്ളിൽ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ദൈവമേ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, നാളെ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്നൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കത്തില്ലേ. അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ കാര്യങ്ങൾ നന്നായിട്ട് നടത്തി തരണമെന്ന് നമ്മൾ തന്നെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിനോട് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യത്തിൽ, അതായത് നമ്മൾ ആ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണൊക്കെയാണോ ഉള്ളത് അതിൽ നമ്മൾ നല്ലതുപോലെ നന്ദിയുള്ളവരായിരിക്കണം. അതായത് നമുക്കിപ്പോൾ കുറേ കാര്യങ്ങൾ ഇല്ലായിരിക്കും, ചിലപ്പോൾ പൈസ ഇല്ലായിരിക്കും, പക്ഷെ നമുക്ക് അതേസമയം വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും, നല്ല ലൈഫ് ഉണ്ടായിരിക്കും, നല്ല ഹസ്ബൻഡ് ആയിരിക്കും, നല്ല ഫാമിലി ആയിരിക്കും. അപ്പോൾ അതിലൊക്കെ നമ്മൾ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം, അതായത് നന്ദി ഉണ്ടാവണം. എനിക്ക് മറ്റതില്ലേ മറിച്ചതില്ലേ എന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ അന്നം പൊന്നിക്കൊണ്ട് നടക്കരുത്. അന്നം പൊന്നി അതായത് നമ്മളിവിടെ ലോക്കലായിട്ട് പറയുന്ന ഒരു ലാംഗ്വേജാണ്. ഇത്ര പേർക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതായത് ഇങ്ങനെ വിഷമിച്ച് അയ്യോ ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കത്തില്ലേ, അങ്ങനെ പറയരുത്. നമുക്കെപ്പോഴും നമുക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വീണ്ടും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയാണ് എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് ലേറ്റായി മനസ്സിലാക്കിയ കാര്യങ്ങൾ. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കേട്ടോ. എന്നാലും ഇതൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കി എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എൻ്റെ ലേറ്റ് 20s അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരണമെന്നുണ്ട്. കാരണം എൻ്റെ ഈ വീഡിയോസ് കാണുന്നത് കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരാണ്, നമുക്ക് നോക്കാൻ പറയാമല്ലോ. അപ്പോൾ നിങ്ങളും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്ന നമ്മൾ ലൈഫ് കുറച്ച് സ്മൂത്ത് ആയിരിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ വലിച്ചു നീട്ടണില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.